നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി. പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് മുൻഗണന. ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ധനപ്രതിസന്ധിയിൽ നിലപാടെടുക്കുന്നതിൽ പ്രതിപക്ഷം ആത്മാർത്ഥത കാട്ടണമെന്നും കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 18നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് സിപിഎം. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നു മുതൽ തിരുവനന്തപുരത്ത്. ഗവർണർ, സർക്കാർ പോരും മുഖ്യമന്ത്രിയുടെ ഡൽഹി സമരവും ചർച്ചയ്ക്ക്. ബീഹാറിൽ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ഇന്ന് വിരാമമായേക്കും. നിതീഷ് കുമാർ രാജിവെച്ച് പുതിയ സർക്കാർ രൂപീകരിക്കും. ജെ.പി. നദ്ദ പട്നയിലേക്ക്. ഭൂപേഷ് ബാഗലിനെ ബീഹാർ നിരീക്ഷകനായി നിയമിച്ച് കോൺഗ്രസ്. അസമിലെ മുൻ മന്ത്രി ബിസ്മിത ഗൊഗോയ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക്. ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് പുനരാരംഭിക്കും. പര്യടനം ബംഗാളിൽ. വജ്ര ജൂബിലി നിറവിൽ സുപ്രീം കോടതി. ആഘോഷത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. പുതിയ വെബ്സൈറ്റ് പ്രകാശനം നാളെ. തമിഴ്നാട് തെങ്കാശിയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. പോരാട്ടം ഡാനിയൽ മെദ്വദേവും യാനിക് സിന്നറും തമ്മിൽ. വനിതാ ഡബിൾസ് ഫൈനലും ഇന്ന്. വിശദമായി നോക്കാം. സംസ്ഥാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്ന ഇടപെടലുകൾ ബജറ്റിലുണ്ടാകും. വിമർശനമുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് മറക്കരുതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക, അതിലാണ് ഞങ്ങൾ ശ്രമിക്കുക. ജനങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണ്. ബാക്കി ഒരു സ്റ്റേറ്റിലും ഇപ്പോൾ LDF ഗവൺമെന്റും ഇല്ല, ഇങ്ങനത്തെ ഗവൺമെന്റ് ഇല്ല. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളെല്ലാം മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല. കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ കൂടി ഉണ്ടായതാണ്. കേരളത്തിന്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യവും കേരളത്തിന്റെ പുരോഗമനപരമായ സ്വഭാവവും സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് എത്രയോ സംഭവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേരളം. ആ കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നുള്ളത് അവരെല്ലാം അറിയുന്ന കാര്യമാണ്. ആ കരുതൽ താങ്കൾ ബജറ്റിൽ നടത്തും? തീർച്ചയായിട്ടും ആ കരുതലുണ്ടാവും. കേരളത്തിന്റെ ഒരു സമൂഹത്തെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സമീപനവും ഉണ്ടാവും. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിലപാടെടുക്കുന്നതിൽ പ്രതിപക്ഷം ആത്മാർത്ഥത കാട്ടണമെന്ന് കെ.എൻ. ബാലഗോപാൽ. രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും കേന്ദ്ര നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം തയ്യാറാവണം. സംസ്ഥാനത്തെ വരും തലമുറയ്ക്ക് ഉതകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര നയങ്ങൾ മൂലം ഇല്ലാതാവുന്നതെന്നും ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിപക്ഷം ഭരണപക്ഷം എന്ന നിലയിൽ ഇതിനകത്ത് മാറി കളിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഭരണകക്ഷി എന്ന നിലയിൽ LDFനോടുള്ള നയങ്ങൾക്ക് അത് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പറയണം. ഞങ്ങൾക്ക് UDFനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ പറയണം. കേരളത്തിന്റെ ഇഷ്യൂവിനകത്ത് കോംപ്രമൈസ് കാണില്ല. സ്റ്റേറ്റിന് 50,000 കോടി കിട്ടിയില്ലെങ്കിൽ അത് ബാധിക്കുന്ന LDFകാരെ മാത്രമല്ല, CPMകാരെയോ CPIക്കാരെ മാത്രമല്ല, കോൺഗ്രസുകാരെയോ BJPക്കാരെ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരെയും ബാധിക്കും, പാർട്ടി ഇല്ലാത്തവരെയും ബാധിക്കും. നമ്മുടെ കൊച്ചു കുട്ടികൾ ജനിക്കുന്നവർക്കുൾപ്പെടെയുള്ള ഭാവി സൗകര്യങ്ങൾ വികസിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട 50,000 കോടി രൂപ ഒരു വർഷം ഇല്ലാതായാൽ അത് എത്രയോ വർഷത്തെ ബാധിക്കുന്നതാണ്. അത് എല്ലാവരും ചേർന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രശ്നം. ക്ഷേമ പെൻഷൻ വർധനവിലല്ല, പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് മുൻഗണനയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ദൈനംദിന കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ കേന്ദ്രം നൽകാനുള്ള പണം നൽകണം. മുടങ്ങിയ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ബജറ്റിൽ ഉണ്ടാവുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. കൃത്യമായി ക്ഷേമ പെൻഷൻ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം ഈ വരുന്ന കണക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണം, ഇത് ഞാൻ പറയുന്ന അവിടുന്ന് വേറെ ഏതോ അക്കൗണ്ടിൽ ഇങ്ങോട്ട് തരാനുള്ള, നമുക്ക് തരാനുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള പണം, അതെല്ലാം എന്താ അവരാണോ തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഈ റിസർവ് ബാങ്കിന്റെയും കൂടി നിയന്ത്രണത്തിലെ എല്ലാ കാര്യവും. ആ കിട്ടേണ്ട പണം ഉൾപ്പെടെ നമുക്ക് കിട്ടണം. നിലവിലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. അത് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു കരുതൽ ബജറ്റിലുണ്ട്. അതിനുള്ള എല്ലാ ശ്രമമാണല്ലോ. അത് അങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണ് അതെല്ലാം ഭാവിയിൽ അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്.
കിഫ്ബിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് ധനമന്ത്രി. കേന്ദ്ര നയങ്ങളാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത്. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. ഞങ്ങൾ കിഫ്ബിയുടെ കാര്യത്തിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ കാര്യത്തിലും നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ കാര്യത്തിലും 100% സർക്കാരിന് യോജിപ്പുണ്ട്. അത് സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസിന് പോയേക്കുന്നത്. അപ്പോൾ പുനർവിചിന്തനത്തിന്റെ ആവശ്യമില്ല, അത് ശക്തിപ്പെടണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും ഞാൻ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഇടപെടലാണ്. അത് വരുമ്പോൾ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനം തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, പ്ലാനിനകത്ത് നമ്മൾ ചെയ്യുന്ന സ്പെൻഡിംഗ് ഉണ്ട്. ആ പ്ലാനിന് പുറത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം 20,000 കോടി രൂപ കിഫ്ബി വഴി നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. 2.25 വർഷം. അതിനു മുമ്പും 10,000 കോടി ചെലവാക്കിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് 10,000 കോടി ചെലവാക്കി. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഞങ്ങളെല്ലാം വന്നതിന് ശേഷം 20,000 കോടി ചെലവാക്കി. ഈ 30,000 കോടി ചെലവാക്കിയത് കൂടെ വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തിയ സ്റ്റേറ്റ് കേരളമാണ്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPFന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ്. സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണെന്നും EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്. ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണിത്. എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ നിലമേലിൽ കണ്ടത് തീർത്തും അപ്രതീക്ഷിതമായ നടപടിയായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്ന്. തീർത്തും നാടകീയ രംഗങ്ങൾ എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് LDF കൺവീനറുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്? കേന്ദ്രസേനയെ സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ ഇവിടേക്ക് അയച്ച കേന്ദ്ര നടപടിയെ ചോദ്യം ചെയ്യുകയാണ് CPM-ഉം ഇടതു മുന്നണിയും. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ CRP പോലീസ് വന്നാൽ ഇവിടെ എന്തെങ്കിലും ചെയ്തു കളയാമെന്ന വിചാരമുണ്ടോ? നേരത്തെയും CRP പോലീസ് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള വ്യക്തമായ വിമർശനവുമായി ഇന്നലെ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ അത് കുറച്ചുകൂടി കടുത്ത നിലപാട് പറയുകയാണ്. സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ കേന്ദ്രസേന വന്നത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള അതിക്രമമെന്നാണ് EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേന്ദ്രസേനയെ പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ മുന്നോട്ട് വയ്ക്കുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസമായി തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിന്റെ സമരം, അതിനൊപ്പം തന്നെ ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരം ശക്തമാക്കുന്നതിന് തീരുമാനങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗം ആലോചിക്കും. അതിനിടെയാണ് കൺവീനറുടെ ഇത്തരമൊരു പ്രതികരണം. കൂടുതൽ നേതാക്കൾ ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരണവുമായി രംഗത്ത് വരാനും സാധ്യതയുണ്ട്. ആര്യ, ശരി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നു മുതൽ തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും നയസമീപനങ്ങളുമാണ് 3 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ഗവർണർ, സർക്കാർ പോരും മുഖ്യമന്ത്രിയുടെ ദില്ലി സമരവും ചർച്ചയാകും. പടിവാതിക്കലെത്തി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എവിടെ ആരുമായിട്ടെല്ലാം മുന്നണി ബന്ധമാകാം. മറ്റിടങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ത്? എങ്ങനെ പരമാവധി സീറ്റ് ഉറപ്പിക്കാം? വിളപ്പിൽശാല EMS അക്കാദമിയിൽ ഇന്നു തുടങ്ങുന്ന കമ്മിറ്റിയുടെ മുഖ്യ ചർച്ച ഇതാവും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM-ന് ഏറ്റവും പ്രതീക്ഷയുള്ള കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ലായ കോൺഗ്രസാണ് മുഖ്യ എതിരാളി. മുന്നണിയിലെ കരുത്തയായ മമതയുമായി ബംഗാളിൽ സഖ്യത്തിനില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യനീക്കം പരിഗണനയിലാണ്. തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ ഭാഗമാകും. കർണാടകയിലും തെലുങ്കാനയിലും രാജസ്ഥാനിലുമടക്കം ധാരണകൾ പരിഗണനയിലുണ്ട്. കേരളത്തിൽ പരമാവധി സീറ്റുകൾ വിജയിക്കാനുള്ള വഴികളും ചർച്ചയാകും. കേന്ദ്ര സർക്കാരിനെതിരായ ദില്ലി സമരം ഫെബ്രുവരി 8-നാണ്. അതിന്റെ ഒരുക്കങ്ങളുടെ വിലയിരുത്തലും ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം.
എല്ലാ കണ്ണുകളും ബീഹാറിൽ. പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ നിതീഷ് കുമാർ ഇന്ന് രാജിവെച്ച് NDAയ്ക്കൊപ്പം ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് പട്നയിലെത്തും. വിവരങ്ങളുമായി HV നന്ദകുമാർ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. നന്ദൻ, 2 വർഷം മുമ്പ് എന്താണോ നിതീഷ് കുമാർ ചെയ്തത് അത് ആവർത്തിക്കുകയാണ്. BJPയിൽ നിന്ന് RJD കോൺഗ്രസ് സഖ്യത്തിലേക്ക് വന്ന നിതീഷ് വീണ്ടും തിരിച്ച് NDA സഖ്യത്തിലേക്ക് തന്നെ തിരികെ പോകുമ്പോൾ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എങ്ങനെയായിരിക്കും പുതിയ സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ? ആര്യ, എന്തായാലും ബീഹാറിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നതാണ്. പ്രധാനമായും നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഇന്ന് തന്നെ രാജിവെച്ചേക്കും. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ നിതീഷ് കുമാർ ഇന്ന് സമയം തേടിയിട്ടുണ്ട്. രാവിലെ കൂടിക്കാഴ്ച നടത്താനാണ് സമയം ചോദിച്ചിട്ടുള്ളത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന് ശേഷം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ. അത് മാത്രമല്ല, രാവിലെ 10:30 JDU MP-മാരെയും MLA-മാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം ഗവർണറെ കാണുമെന്ന ചില റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെയും മന്ത്രിസ്ഥാനത്ത് ഈ ഭരണസ്ഥാനത്ത് തുടരാനുള്ള ശ്രമവും നിതീഷ് കുമാർ നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ RJD കോൺഗ്രസ് മന്ത്രിമാരെ പുറത്താക്കുകയും ഈ സ്ഥാനം BJP നേതാക്കൾക്ക് നൽകാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP അധ്യക്ഷൻ JP നദ്ദയും ഇന്ന് ബീഹാറിലെത്തുന്നുണ്ട്. അവധി ദിനമാണെങ്കിൽ കൂടി ബീഹാറിലെ സെക്രട്ടേറിയറ്റ് അടക്കം ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ബീഹാറിലെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 9 മണിക്ക് BJP MLA-മാരുടെ യോഗവും നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, 7ഓളം കോൺഗ്രസ് MLA-മാരെ ഫോണിൽ ബന്ധപ്പെടാൻ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ഉണ്ടെന്ന് JDU കഴിഞ്ഞ ദിവസം അവകാശവാദവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ MLA-മാർ കൂറുമാറുന്നത് തടയാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നത്. കോൺഗ്രസ് MLA-മാരെ അടക്കം നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും അവരോടൊപ്പം തന്നെ ഈ കൂറുമാറാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഴുവൻ MLA-മാരെയും എത്താത്തതിനെ തുടർന്ന് കോൺഗ്രസിന്റെ യോഗമടക്കം മറ്റൊരു സാഹചര്യം വരെ ഉണ്ടായി. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള MLA-മാരുടെ ചോർച്ച തടയുന്നതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി ഇപ്പോൾ AICC നിയോഗിച്ച നിരീക്ഷകനായ ഭൂപേഷ് ബാഗലിന്റെ പട്ന സന്ദർശനത്തിൽ ഇപ്പോൾ അജണ്ടയിലുണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണിയും ബന്ധവും തകർത്ത് പുറത്തു പോകുന്ന നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. നന്ദൻ, ഈ ഒരു ഘട്ടത്തിൽ RJDയുടെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും ഒരു പ്രതികരണങ്ങൾ വരുന്നത് ഏത് തരത്തിലാണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കൂറുമാറ്റം കൂടി MLA-മാരുടെ അതൊരു പ്രധാന വിഷയമായി മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രധാനമായും ഈ കൂറുമാറ്റം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നടത്തുന്നുണ്ട്. പ്രധാനമായും അതിനുവേണ്ടി എല്ലാ MLA-മാരെയും നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള ചർച്ചകളും അനൌദ്യോഗിക ചർച്ചകളടക്കം നടത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും കോൺഗ്രസ് MLA-മാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിലെ മറ്റു മുതിർന്ന നേതാക്കളും പറയുന്നതനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഒരു ശ്രമം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിന് ആ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആര്യ, ശരി. HV നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഭാരത് ജോഡോ ന്യായ യാത്ര 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കും. കുച്ച് ബീഹാറിലൂടെ പശ്ചിമബംഗാളിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെയായിരുന്നു അവധി. ഇന്ന് ജൽപായ്ഗുരിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക. തൃണമൂൽ കോൺഗ്രസും നിതീഷ് കുമാറുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായാണ് രാഹുൽ ഗാന്ധി 2 ദിവസത്തേക്ക് യാത്ര അവസാനിപ്പിച്ച് ഡൽഹിക്ക് മടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ ബീഹാർ കോൺഗ്രസിന്റെ നിരീക്ഷകനായി നിയമിച്ചു. ന്യായയാത്ര കടന്നുപോയതിന് പിന്നാലെ അസമിലെ മുൻ മന്ത്രി ബിസ്മിത ഗൊഗോയ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇന്ന് BJPയിൽ ചേരും. NDA കേരള പദയാത്ര കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് ഉദ്ഘാടനം ചെയ്തത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി ഫെബ്രുവരി 27-ന് യാത്ര പാലക്കാട് സമാപിക്കും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക,
NDA മുന്നണി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കേരള യാത്ര പര്യടനം നടത്തും. കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ജാഥ ക്യാപ്റ്റൻ കെ സുരേന്ദ്രന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. NDAയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP-യിലേക്ക് എത്തിയ നേതാക്കൾക്ക് ഉദ്ഘാടന പരിപാടിയിൽ സ്വീകരണം നൽകി. യാത്രയുടെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കൂടിക്കാഴ്ചയുമുണ്ട്. മേൽപ്പറമ്പിലാണ് യാത്രയുടെ ആദ്യ ദിന സമാപനം നടന്നത്. നാളെ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പദയാത്ര ചൊവ്വാഴ്ച വയനാട്ടിലും ബുധനാഴ്ച വടകരയിലും പര്യടനം നടത്തും. ന്യൂസ് 18 കാസർഗോഡ്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ P. ബാലചന്ദ്രൻ MLAയോട് വിശദീകരണം തേടി CPI തൃശൂർ ജില്ലാ കൌൺസിൽ. CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ബുധനാഴ്ചയാണ് അടുത്ത ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുക. മറുപടിയിൽ ചർച്ച നടത്തിയ ശേഷം തുടർ നടപടി തീരുമാനിക്കും. ശ്രീരാമനെയും ഹൈന്ദവ ആചാരങ്ങളെയും അപമാനിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിശദീകരണം തേടിയത്. പോസ്റ്റ് വിവാദമായതോടെ അത് പിൻവലിച്ച് P. ബാലചന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തമിഴ്നാട് തെങ്കാശിയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. കാറും സിമന്റ് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 6 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തെങ്കാശി പുളിയാങ്കുടി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കുറ്റാലം സന്ദർശിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത്. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദൻ, അതീവ ദുഃഖകരമായ ഒരു വാർത്ത. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ. ആര്യ, രാവിലെ 3 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. കുറ്റാലം വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന സംഘമാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്. തെങ്കാശി പുളിയാങ്കുടി സ്വദേശികളായ കാർത്തിക്, വേൽ, സുബ്രഹ്മണ്യൻ, മനോജ്, മനോഹരൻ, മുദിരാജ് എന്നിവരാണ് മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. 6 പേരും സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമായും കാറ് പൂർണ്ണമായും തകർന്നു. JCB ഉപയോഗിച്ച് പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത്. പ്രധാനമായും ഈ വിനോദ യാത്രാ സംഘം സഞ്ചരിച്ച കാറും സിമന്റുമായി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ വെളിച്ചക്കുറവാണോ, ഡ്രൈവർ ഉറങ്ങിയതാണോ കാരണമെന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ എന്തായാലും ഇപ്പോൾ പോലീസ് അടക്കമുള്ള സേനകളെത്തി പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾ തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ആര്യ, ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾക്ക് വാർത്തകളിലേക്ക്. സുപ്രീം കോടതി സ്ഥാപിതമായതിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രിക്ക് പുറമെ ചീഫ് ജസ്റ്റിസും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പരിപാടിയുടെ ഭാഗമാകും. സുപ്രീം കോടതിയുടെ പുതിയ വെബ്സൈറ്റായ ഡിജിറ്റൽ കോർട്സ് 2.0, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഡിജിറ്റൽ സുപ്രീം കോടതി റിപ്പോർട്ടുകൾ എന്നിവ നാളെ ലോഞ്ച് ചെയ്യും. സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പ് സുനാമി ബാധിതർക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകൾ ഗുണഭോക്താക്കൾ കൈയൊഴിഞ്ഞു. ആവശ്യത്തിന് സൗകര്യമില്ലെന്ന് പറഞ്ഞാണ് പലരും വീടുകൾ കൈയൊഴിഞ്ഞത്. എന്നാൽ അനർഹരെ പദ്ധതിയിൽ തിരികെ കയറ്റുകയായിരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. സുനാമി ബാധിതർക്കായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മാടക്കാലിൽ നിർമ്മിച്ച സുനാമി പുനരധിവാസ വീടുകളിൽ പകുതിയിലും ഇന്ന് താമസക്കാരില്ല. വീടുകൾ പലതും നശിച്ചു തുടങ്ങിയിട്ടും താമസക്കാരെ തിരിച്ചെത്തിക്കാനോ വീടുകൾ ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകാനോ അധികൃതർക്ക് താൽപര്യവുമില്ല. സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പ് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളാണ് ഗുണഭോക്താക്കൾ കൈയൊഴിഞ്ഞത്. 2009 ജൂലൈയിൽ മാടക്കാലിലെ 20 കുടുംബങ്ങൾക്കാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ പങ്കെടുത്ത് താക്കോലും രേഖകളും കൈപ്പറ്റിയവരിൽ പകുതി ആളുകൾ മാത്രമാണ് താമസമാക്കിയത്. ബാക്കി വീടുകൾ 15 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. സർക്കാർ ഇത്തരം വീടുകൾ തിരിച്ചെടുത്ത് ഭവനരഹിതരായ ആളുകൾക്ക് കൈമാറണമെന്ന് ആവശ്യമാണ് ഉയരുന്നത്. 20 വീടായില്ലത് മൊത്തം 20 വീട്ടുകാരും താക്കോലും വാങ്ങി പോയതാണ്. അതിലിപ്പം 10 വീട്ടുകാർ താമസമില്ല. ബാക്കി 10 വീട്ടുകാർ താമസമില്ല. അവർ എന്തെങ്കിലും അന്വേഷണ വിധമായിട്ട് വരുമ്പോൾ ആ സമയത്ത് മാത്രം ഒരു താമസ സൗകര്യം കാണിക്കും, അവർ പോകും. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. വീടില്ലാത്ത ഒരുപാട് ആളുണ്ട് ലൈഫിൽ. വീട് കൊടുത്തിട്ട് ഇപ്പം മാടക്കാലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ വാടകയ്ക്ക് നമ്മളെ പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കങ്ങ് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയിലെ 10 വീട് കൊടുക്കണം എന്നാണ്
നാട്ടുകാരെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പാർപ്പിട പദ്ധതിക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതിൽ പിഴവ് വന്നിരുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇവിടുത്തെ നിലവിലെ സ്ഥിതി. ന്യൂസ് 18 വലിയ പറമ്പ്. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും പിന്മാറാതെ പോലീസ്. രാജ്ഭവനിൽ നിലവിലെ പോലീസ് സുരക്ഷ തുടരുന്നു. കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയുള്ള കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷം തുടർ നടപടി തീരുമാനിക്കും. ചീഫ് സെക്രട്ടറിക്കും DGPക്കും ലഭിക്കേണ്ട ഉത്തരവ് ഇതുവരെ കിട്ടിയില്ല. സുരക്ഷയ്ക്ക് എത്തിയ CRPF ഉദ്യോഗസ്ഥർ രാജ്ഭവനിനുള്ളിൽ തുടരുകയാണ്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഗവർണറുടെ സുരക്ഷ Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരുന്നു. ഈ CRPF ഉദ്യോഗസ്ഥർ എത്തിയെങ്കിൽ പോലും നിലവിലുള്ള പോലീസ് സുരക്ഷ ഈ ഉത്തരവ് ലഭിക്കാത്തതിനാൽ പിൻവലിക്കുന്നില്ല. ആ ഒരു ഉത്തരവ് വന്ന് പോലീസ് പിൻവലിഞ്ഞാൽ മാത്രമേ CRPF ഉദ്യോഗസ്ഥർ ഈ ഒരു ചുമതലയിലേക്ക് കടക്കുകയുള്ളൂ. അങ്ങനെയാണോ കാര്യങ്ങൾ? അതെ, ഗവർണർ നിലവിൽ രാജ്ഭവനില്ല, അദ്ദേഹം സംസ്ഥാനത്തുമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം വൈകിട്ടോടെ ബാംഗ്ലൂരിലേക്ക് പോയി. ഇനി ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം തിരികെ എത്തൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്നില്ല. പക്ഷേ രാജ്ഭവനിൽ പ്രതിസന്ധിയുണ്ട്. കാരണം 2 സേനാ വിഭാഗങ്ങൾ അവിടെ സുരക്ഷയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവർണർ ഇല്ല എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും രാജ്ഭവനിൽ CRPFും പോലീസും തുടരുന്നുണ്ട്. ഗവർണർ ഇല്ലെങ്കിലും അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനം ഉള്ള ഇടമാണ്. പ്രധാന കവാടം ഉൾപ്പെടെ സദാസമയം ആയുധധാരികളായ പോലീസുകാർ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഇരട്ട സുരക്ഷയുടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇതിൽ സാങ്കേതിക പ്രശ്നങ്ങളാണ്. കാരണം കേന്ദ്രം ഇതുവരെ സംസ്ഥാനത്തെ അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു CRPFന്റെ സുരക്ഷ രാജ്ഭവനിൽ ഏർപ്പെടുത്തിയ കാര്യം ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സംസ്ഥാനത്തെ അറിയിച്ചിട്ടില്ല. DGPക്കോ ചീഫ് സെക്രട്ടറിക്കോ ഇതുവരെ അത് സംബന്ധിച്ച ഒരു അറിയിപ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് പോലീസിനെ പിൻവലിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനം. ഇപ്പോഴും സംസ്ഥാന പോലീസ് അവിടെ തുടരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അതേസമയം ഇവരുടെ ചിലവ് ആര് വഹിക്കും എന്നതിലും ചില അവ്യക്തതകൾ. CRPFന്റെ ചിലവ്, കാരണം പ്രളയ സമയത്തൊക്കെ കേന്ദ്രത്തിന്റെ പല സേവനങ്ങൾക്കും പിന്നീട് സംസ്ഥാനം ചിലവ് വഹിക്കേണ്ട നില വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ CRPFന്റെ ചിലവ് അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് വന്നേക്കില്ല എന്ന ചില സൂചനകളുമുണ്ട്. കാരണം സ്റ്റേറ്റ് ആവശ്യപ്പെട്ടിട്ടല്ല ഇങ്ങനെ ഒരു സുരക്ഷാ സംവിധാനം കേന്ദ്രം ഏർപ്പെടുത്തിയത്. മാത്രവുമല്ല, ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ കേന്ദ്രത്തോട് തനിക്ക് പ്രത്യേക സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് താൻ ഇവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം അറിയിച്ചിരുന്നു, അദ്ദേഹത്തിനുള്ള സുരക്ഷയിലെ ആശങ്ക അറിയിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക സുരക്ഷ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഏതായിരുന്നാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ ചീഫ് സെക്രട്ടറിയോട് ഗവർണർക്ക് നൽകിയ സുരക്ഷയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആരാഞ്ഞിരുന്നു. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്, ഗവർണർക്ക് സുരക്ഷ നൽകിയത് ഏത് തരത്തിലായിരുന്നു, സുരക്ഷാ വീഴ്ചയുണ്ടായോ, ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ സമരക്കാർ എത്തുന്നത് തുടരെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് തുടങ്ങി വിശദമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ കത്ത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചിരുന്നു. അതിനുള്ള മറുപടി നൽകേണ്ടതുണ്ട്. നേരത്തെയും ഗവർണർ പോലീസ് മേധാവിയോടും ഇതേ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നതാണ്, ചീഫ് സെക്രട്ടറിയോടും. അന്ന് അപ്രതീക്ഷിതമായി തിരുവനന്തപുരം പാളയത്ത് അപ്രതീക്ഷിതമായി സമരക്കാർ ചാടി വീണു എന്ന കാര്യമാണ് അതിന് മറുപടിയായി കൊടുത്തത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായില്ല. മാത്രവുമല്ല, ഗവർണർ ആരോപിക്കുന്നത് പോലീസിന്റെ വാഹനത്തിൽ തന്നെ ഈ സമരക്കാരെ കൊണ്ടുവരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഇരട്ട സുരക്ഷാ സംവിധാനം എന്ന നിലയിലേക്ക് രാജ്ഭവൻ പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ അവിടുത്തെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു സമവായത്തിലെത്തുകയും പോയിന്റുകളിൽ ഒരുപോലെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരേ സമയം ഒരുപോലെ സുരക്ഷ നിർവഹിക്കുകയും ചെയ്യും. പക്ഷെ അത് വരും ദിവസങ്ങളിൽ എത്രമാത്രം മുന്നോട്ട് പോകും എന്നതിൽ സംശയമുണ്ട്. കാരണം CRPFന് അവരുടേതായ ചില മാനദണ്ഡങ്ങളും സുരക്ഷാ രീതികളും ഉണ്ടാകും. കേരള പോലീസ് അവിടെ തുടരുകയാണെങ്കിൽ ഒന്നുകിൽ അവർ പറയുന്ന രാജ്ഭവൻ സുരക്ഷയിൽ തുടരുമ്പോൾ തന്നെ ചില പോയിന്റുകളിൽ നിന്ന് ഒരുപക്ഷെ അവർ ഒഴിയാൻ പറയുന്നെങ്കിൽ അത് ഒഴിയേണ്ടി വരും. അത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഏതായിരുന്നാലും അത് 2 സേനകൾ ഒരേ സമയം ഒരിടത്ത് സുരക്ഷ വഹിക്കുന്നത് തർക്കങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കുമൊക്കെയും വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ചാൽ മാത്രം അതിൽ നിയമപ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു അറിയിപ്പ് വരാതെ
സംസ്ഥാന പോലീസ് മാറുകയാണെങ്കിൽ ഈ CRPF വെച്ചത് സംസ്ഥാനം അംഗീകരിക്കുന്നതിന് തുല്യമാകും. അതിന് ഔദ്യോഗികമായ രേഖയില്ലാതെ തന്നെ വിഡ്രോ ചെയ്താൽ സംസ്ഥാനം തത്വത്തിൽ അംഗീകരിക്കുന്ന നില വരും. പിന്നീട് ഒരുപക്ഷെ ഇവരുടെ ചിലവ് വഹിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പിന്നീട് കേന്ദ്രം കത്തയക്കുകയും ഇവരുടെ ചിലവ് സംസ്ഥാനം വഹിക്കേണ്ടി വരികയും ചെയ്യും. അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെയും പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതെല്ലാം മുന്നിൽ കണ്ടായിരിക്കും കേന്ദ്രത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ച ശേഷം തീരുമാനമെടുക്കാനുള്ള സംസ്ഥാന പോലീസിന്റെ തീരുമാനം. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.